ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ലൊരു ക്രീമി ആയിട്ടുള്ള ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് വെച്ച ഒരു ക്രീമി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. വളരെ എളുപ്പത്തിലും രുചികരവുമായി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചൂടായ ഓയിലിലേക്ക് 1.5 സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ വെളുത്തുള്ളി ഇഞ്ചിയും നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോഴിതാ വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല നൈസായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 3 സവാളയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ സവാളയും നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള 3 പച്ചമുളകാണ് കേട്ടോ. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് തന്നെ ഞാൻ 3 എണ്ണമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ശേഷം എല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം. അപ്പോഴിത് എല്ലാം തന്നെ നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടിയും 1.5 സ്പൂൺ കുരുമുളക് പൊടിയുമാണ് കേട്ടോ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു കറിക്ക് നമുക്ക് മുളക് പൊടിയുടെ ആവശ്യമില്ല. കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രം മതി കേട്ടോ. മുളക് പൊടിയുടെ ആവശ്യം നമുക്ക് ഈ ഒരു കറിക്കില്ല. ഇനി എല്ലാം കൂടി ഇളക്കി കൊടുത്ത് നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കാം. അപ്പോഴിതെല്ലാം തന്നെ നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോഴിത് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഈ മസാലകളെല്ലാം ചിക്കനിൽ പിടിക്കുന്ന രൂപത്തിൽ തന്നെ എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇപ്പോഴിത് ഞാനിതൊരു 15 മിനിറ്റോളം മൂടിക്കൊടുത്ത് വേവിച്ചെടുക്കുന്നുണ്ട്. 15 മിനിറ്റ് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോഴിതാ 15 മിനിറ്റിന് ശേഷം ഞാനിവിടെ തുറന്ന് നോക്കിയിട്ടുണ്ട്. ചെറുതായി ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് മൂടിക്കൊടുത്ത് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഇതിലും എളുപ്പത്തിൽ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ വെക്കുന്ന ഈ ഒരു ടേസ്റ്റ് നമുക്ക് കുക്കറിൽ വെക്കുമ്പോൾ കിട്ടില്ല. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലതുപോലെ തന്നെ എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് മൂടിക്കൊടുത്ത് തന്നെ വേവിച്ചെടുക്കാം. അപ്പോഴിത് ചിക്കനൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മസാലപ്പൊടികളാണ് കേട്ടോ. ഞാനിവിടെ 1 സ്പൂൺ ചിക്കൻ മസാലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ശേഷം ഞാൻ കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ തന്നെ എല്ലാം കൂടി മിക്സാക്കി എടുക്കാം.
ഈ ടൈമിൽ നമുക്ക് കറിക്ക് വേണ്ട ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ പാകത്തിന് തന്നെ ഉപ്പുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 1 കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ. നല്ല കട്ടിക്ക് തന്നെ എടുത്ത തേങ്ങാപ്പാലാണ്. അപ്പോൾ 1 കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതുപോലെയാണ് ചിക്കൻ കറി വെക്കാറുള്ളതെന്ന് കൂടി ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ഓരോ നാട്ടിലും ഓരോ രീതിക്കാണല്ലോ വെക്കാറ്. അപ്പം നിങ്ങൾ ഇതുപോലെ വെക്കാറുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അറിയിക്കണം. അല്ലാതെ ഇതിലും നല്ല രീതിക്ക് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോഴിതാ ചിക്കൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നെക്സ്റ്റ് പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ. താങ്ക് യു.